ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസിലെ വോളിയം 1-ലെ പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? ഓപ്ഷൻ സി 1993 ഒക്ടോബർ മാസം 12-ാം തീയതി. 1993 സെപ്റ്റംബർ മാസം 28-ാം തീയതി ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമ ബിൽ പാസ്സാകുകയുണ്ടായി. ഇതിന്റെ ഫലമായിട്ടാണ് 1993 ഒക്ടോബർ 12-ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? ഓപ്ഷൻ ബി 12 ഒക്ടോബർ 2005. 2005 മെയ് 11-ന് ലോകസഭയും 2005 ജൂൺ 15-ന് രാജ്യസഭയും വിവരാവകാശ നിയമ ബിൽ പാസാക്കി. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. വിവരാവകാശ നിയമം നിലവിൽ വരുന്ന 55ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? ഓപ്ഷൻ ഡി അനുച്ഛേദം 21. ഇന്ത്യൻ ഭരണഘടനയിലെ 3-ാം ഭാഗത്തിൽ 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദത്തിലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ഓപ്ഷൻ എ ദേവനാഗരി. സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിരിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഓപ്ഷൻ ബി കടുവ. റോയൽ ബംഗാൾ കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം. 1972 നവംബർ മാസം 18-ാം തീയതിയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ചത്. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത്? ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ആഗസ്റ്റ് മാസം 8-ാം തീയതിയാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു ഇതിന്റെ മുദ്രാവാക്യം. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി? ഓപ്ഷൻ എ രാമൻ നമ്പി. 1812 കേരളത്തിലെ വയനാട്ടിലെ ഗോത്രവർഗങ്ങളായ കുറിച്യ, കുറുമ്പർ എന്നിവർ ബ്രിട്ടീഷുകാർക്ക് നേരെ നടത്തിയ കലാപമാണ് കുറിച്യർ കലാപം. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി? ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റായ്. 1821 ബംഗാളിലാണ് രാജാറാം മോഹൻ റായ് തന്റെ പത്രമായ സാംവാദ് കൗമുദി പ്രസിദ്ധീകരിച്ചത്. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2023 ഇന്ത്യ അധ്യക്ഷസ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യമേത്? ഓപ്ഷൻ ബി ബ്രസീൽ. യൂറോപ്യൻ യൂണിയനും 19 രാജ്യങ്ങളും ചേർന്നതാണ് G20. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല? ഓപ്ഷൻ എ വിശ്വഭാരതി. 1921 രവീന്ദ്രനാഥ ടാഗോർ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത്. പശ്ചിമ ബംഗാളിലെ ശാന്തി നികേതനിലാണ് വിശ്വഭാരതി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷമേത്? ഓപ്ഷൻ സി 1919. 1919 ഏപ്രിൽ മാസം 13-ാം തീയതിയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്.
റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിക്കാനായി സമാധാനപരമായി ഒത്തുകൂടിയ ജനങ്ങൾക്ക് നേരെ ബ്രിട്ടീഷ് സൈന്യം നിറയൊഴിക്കുകയാണ് ഉണ്ടായത്. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാൻ. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ ബി ദാദാഭായി നവറോജി. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് ആര്? ഓപ്ഷൻ ഡി അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തിക ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധ ഉദ്ദേശ നദീതട പദ്ധതി ഏത്? ഓപ്ഷൻ ബി ഭാക്ര നംഗൽ. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ എ റൗലറ്റ് ആക്ട്. 1919 ഏപ്രിൽ മാസം 13-ാം തീയതി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കാനുണ്ടായ കാരണം റൗലറ്റ് ആക്ട് ആണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ഇടുക്കി. ഇടുക്കി ജില്ലയിലെ ഇരവികുളം ദേശീയ ഉദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ്. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം? ഓപ്ഷൻ ബി PT ഉഷ. 2022 ജൂലൈ 6-നാണ് PT ഉഷ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്. അതേ വർഷം 2022 ഡിസംബറിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷമേത്? ഓപ്ഷൻ എ 2017. 1999 EK നയനാർ സർക്കാരായിരുന്നു കേരളത്തിൽ മെട്രോ റെയിൽ പദ്ധതി സാധ്യമായ പഠനം നടത്തിയത്. തുടർന്ന് ആദ്യ ഉമ്മൻചാണ്ടി സർക്കാർ 2004-ൽ പദ്ധതിയെക്കുറിച്ചുള്ള വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് നൽകി. 2007-ൽ VS അച്യുതാനന്ദൻ മന്ത്രിസഭ പദ്ധതിക്ക് അംഗീകാരം നൽകുകയും 2017-ൽ കൊച്ചി മെട്രോ സാക്ഷാത്കരിക്കുകയും ചെയ്തു. 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഓപ്ഷൻ ബി പാമ്പാർ. കേരളത്തിലെ 44 നദികളിൽ 41 പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. പാമ്പാറിനെ കൂടാതെ കബനി, ഭവാനി എന്നീ നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പൊന്നാനി തുറമുഖം ഏതു നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? ഓപ്ഷൻ സി ഭാരതപ്പുഴ. മലപ്പുറം ജില്ലയുടെ ഏക തുറമുഖം കൂടിയാണ് പൊന്നാനി തുറമുഖം. 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2022-ലെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത? ഓപ്ഷൻ ബി നഞ്ചിയമ്മ. 47ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി ഇടുക്കി. 1940-ലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. 60 മെഗാവാട്ടാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ ശേഷി എന്ന് പറയുന്നത്. 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്? ഓപ്ഷൻ ഡി ഇരവികുളം. 1978-ലാണ് ഇരവികുളം നാഷണൽ പാർക്ക് അഥവാ ഇരവികുളം ദേശീയ ഉദ്യാനം സ്ഥാപിച്ചത്. കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് ഇരവികുളം.
49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? ഓപ്ഷൻ എ വേമ്പനാട്ടുകായൽ. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം.